ഏവർക്കും നമസ്കാരം. പ്രദക്ഷിണത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയൊരു ടിപ്പാണ്. നിങ്ങളെല്ലാവരും അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകുന്നവരാണ്. അപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു അമ്പലത്തിലേക്ക് പോകുന്ന സമയത്തും നിങ്ങളുടെ കയ്യിൽ എന്തായാലും അത്യാവശ്യം വഴിപാടൊക്കെ ഇടാനുള്ള പൈസയും അതുപോലെ എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യാനുള്ള പൈസകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലേ? അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു മധുര വസ്തുക്കൾ, പ്രത്യേകിച്ചും ചെറിയ ചോക്ലേറ്റ്സുകൾ, നമ്മൾക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ മഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞ ചോക്ലേറ്റ്സുകളൊക്കെ കിട്ടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും മധുരമുള്ള ഏതെങ്കിലും ഒരു വസ്തുക്കൾ, അല്ലെങ്കിൽ ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കരുതുക. ഇനി ഇതും കൊണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് ചെറിയ കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഞാനിപ്പോൾ ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ച് പറയുന്നത്, നിങ്ങൾ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ പൈസയൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ നമ്മുടെ കയ്യിലൊക്കെ അടുത്തൊക്കെ വരും. കേരളത്തിൽ പൊതുവിൽ കുറവാണ്. പുറത്തുള്ള അമ്പലങ്ങളിൽ, പുറത്തെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് കൂടുതലും ഞാൻ കണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും പഴനി അങ്ങനെയൊക്കെയുള്ള തമിഴ്നാട് സ്റ്റേറ്റ്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ അമ്പലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ, ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ഏജ് ഗ്രൂപ്പ് അറൗണ്ട് ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എടുത്താൽ മതി. അതിനൊക്കെ മുകളിലേക്ക് പോകുന്തോറും അവർക്ക് നമ്മൾക്ക് ഉദ്ദേശിച്ച ആ ഒരു ഫലത്തിൽ അല്പം കുറവ് വരും. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വാങ്ങിക്കാനോ മറ്റോ പറഞ്ഞിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവരുടെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് അവരെ സഹായിക്കാം. ഈ പൈസ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ചോക്ലേറ്റ്, ഈ മഞ്ചാണെങ്കിൽ മഞ്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉള്ള സ്നിക്കേഴ്സോ എന്തോ, അത് ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു സാധനം കിട്ടുകയാണ്. അപ്പോൾ അത് തീരെ കിട്ടാത്തൊരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അപ്പം ഇൻസ്റ്റൻ്റായിട്ട് കാണാൻ സാധിക്കും. കാരണം ഇത് ഞാൻ ഒരുപാട് വട്ടം പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ബാഗിൽ എപ്പോഴും ഇതുപോലെ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കൾ ചെറിയ പാക്കിലുള്ളത് എന്തെങ്കിലും ഉണ്ടോ. ചില സമയത്ത് ഞാൻ ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പുകളും വാങ്ങിച്ചു വെക്കാറുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ലാതെ എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കുള്ള ചെറിയ ഉടുപ്പുകളും എൻ്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കാണുമ്പോൾ കറക്റ്റ് ആപ്റ്റായിട്ട് തോന്നുന്ന ഒരു കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാനിത് അവിടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുമ്പോൾ ചില സമയങ്ങളിൽ ഒരു സന്തോഷം കൊണ്ട് അവർ ഒരു ഡാൻസ് വരെ കളിക്കാറുണ്ട് ചെറിയ കുട്ടികൾ. നമ്മുടെ നാട്ടിലല്ല, പുറത്താണ് ഞാൻ കൂടുതൽ കണ്ടാക്കണം കേട്ടോ. ഈ പറഞ്ഞ പോലെ പഴനി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ കണ്ടാക്കണത്. ആ സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം നിങ്ങൾ കിട്ടിയ ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ആൾക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജൂപ്പിറ്റർ നമ്മൾ പറയാറുണ്ട്, വ്യാഴം. അവരുടെ ഒരു പ്രീതി കിട്ടിയാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് എത്തും. 100% ഉറപ്പത്. എന്നിട്ട് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഒരു കർമ്മം ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് ഭഗവാനെ തൊഴുതു നോക്കൂ. നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് അറിയാൻ സാധിക്കും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു സഹായമായിട്ട് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുന്ന സമയത്ത്, ഈ പഴനിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഈ മുനികൾ, സിദ്ധന്മാരൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വഴിയിലേക്ക്. അപ്പോൾ സാധിക്കുമെങ്കിൽ അവർക്ക് ഭക്ഷണമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ അവർക്ക് ചോക്ലേറ്റ്സ് ഒന്നും വേണ്ട, ഈ ഭക്ഷണമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനും ഒരു 10 രൂപ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും അത് കൊടുക്കാൻ. അപ്പോഴും ഈ പറയുന്ന എഫക്റ്റ്. പക്ഷെ ചെറിയ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊരു വ്യത്യാസമാണ്. അത് ഞാൻ ഒരുപാട് വട്ടം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കിട്ടിയ ഒരു അറിവാണിത്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്ത് തന്നു എന്നുള്ളൂ. ഇനി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലാണ്, പക്ഷേ വിവേകല്പം കുറവാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നിങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു ഹെൽമെറ്റൊക്കെ ഇട്ട് വണ്ടിയിലൊക്കെ പോയി
അമ്പലത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയത്താണ് ഒരു കൊച്ചിങ്ങനെ പോകുന്നത്, പെട്ടെന്ന് നിങ്ങൾ ചോക്ലേറ്റ് ഒക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പിള്ളേർ പിടുത്തക്കാരനൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അപ്പം അങ്ങനെയൊന്നും കൊടുക്കരുത്. അമ്പലത്തിലൊക്കെ കയറുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ കൂടെ ചിലപ്പോൾ പാരൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ബലം പ്രയോഗിച്ചിട്ടൊന്നും കൊടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്താലും മതി. പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് അത് ഒരിക്കലും ഇങ്ങനെ അനുഭവിക്കാത്ത, അല്ലെങ്കിൽ അത് കിട്ടാൻ സാധിക്കാത്ത കുട്ടികൾ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ആ സന്തോഷം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അവരുടെ മുഖത്തും കാണാൻ സാധിക്കും. അത് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പരീക്ഷിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് വേണം ഇതിൽ. കാരണം ഞാൻ പരീക്ഷിച്ച് വിജയിച്ചു. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കൂടി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.